രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യാപേക്ഷ തള്ളിയ ഉത്തരവിന്റെ പകർപ്പ് കൈരളി ന്യൂസിന് ലഭിച്ചു. മാനസ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകുന്നതിനായി. മാനസ, കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് വളരെയധികം ഗുരുതരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയ ക്രൂരകൃത്യങ്ങളെക്കുറിച്ച് വ്യക്തമായി തന്നെ പറയുന്നുണ്ട് കോടതി. അതുമാത്രമല്ല, പറയേണ്ടത് പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ കോടതി മുഖവിലക്കെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കാരണം പ്രോസിക്യൂഷൻ പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൽ ജാമ്യം ലഭിക്കുകയാണെങ്കിൽ അത് ഈ സാക്ഷികളെ സ്വാധീനിക്കും, പറയുന്നത് പോലെ ഈ പറയുന്ന ഇരകൾക്ക് അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടാക്കും, കേസിന്റെ ഗതി തന്നെ മാറ്റാനുള്ള സാഹചര്യങ്ങളിലേക്കൊക്കെ പോകുമെന്നൊക്കെ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടായിരുന്നു. എന്തായാലും അതൊക്കെ ശരിവെക്കുന്നു കോടതി എന്നുള്ളതാണ് നമുക്ക് ഈ പകർപ്പിലൂടെ മനസ്സിലാക്കുന്നത്. മാനസ, തീർച്ചയായും ഭദ്ര സൂചിപ്പിച്ചതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിന്റെ ഉത്തരവാണ് ഇപ്പോൾ കൈരളി ന്യൂസിന് ലഭിച്ചത്. ഉത്തരവിൽ പ്രധാനമായും പറയുന്നത് ഈ കുറ്റകൃത്യം തീവ്ര സ്വഭാവത്തിലുള്ളതെന്നതാണ് കോടതിയുടെ കണ്ടെത്തൽ എന്നതും അതോടൊപ്പം തന്നെയാണ് പ്രതിക്കെതിരെയുള്ളത് ഗുരുതര ആരോപണങ്ങളാണ്. അതുകൊണ്ട് തന്നെ ജാമ്യം അനുവദിച്ചാൽ കേസിന്റെ അന്വേഷണത്തെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും കോടതി നിരീക്ഷിച്ചു. അതോടൊപ്പം തന്നെയാണ് പ്രതി പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള നീക്കം, അതുപോലെ തന്നെ തെളിവുകൾ നശിപ്പിക്കുന്ന പ്രവണതയും പ്രതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാര്യങ്ങളൊക്കെയും തന്നെ പരിഗണിച്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നതായും അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നത് എന്നതാണ് കോടതിയുടെ നിരീക്ഷണം അല്ലെങ്കിൽ കോടതിയുടെ വിധി എന്ന് പറയുന്നത്. തീർച്ചയായും നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട കേസിന്റെ സ്വഭാവം എത്തരത്തിലുള്ളതാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതിജീവിതയുടെ പരാതിയും അതിന് പിന്നാലെ ഉണ്ടായ സംഭവ വികാസങ്ങൾ, അതോടൊപ്പം തന്നെ രാഹുലിന്റെ ഓഡിയോ, ഈ കേസുമായി ബന്ധപ്പെട്ട തെളിവുകളൊക്കെയും തന്നെ ശരിവെക്കുന്ന, അതായത് പരാതിക്കാരിയുടെ അതിജീവിതയുടെ മൊഴി ശരിവെക്കുന്ന രീതിയിലുള്ള തെളിവുകളൊക്കെയും തന്നെ അന്വേഷണ സംഘത്തിന് ശേഖരിക്കാൻ കഴിഞ്ഞതും ഒക്കെയും തന്നെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി കഴിഞ്ഞ ദിവസം പരിഗണിക്കാൻ ഇരുന്നത്. അത് ഇന്നത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. ആ പരിഗണനയിലാണ് ഈ കേസുമായി ബന്ധപ്പെട്ട കൃത്യമായ നിരീക്ഷണം കോടതി നടത്തിയതും രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയ ഒരു സ്ഥിതിയും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അറസ്റ്റ് എന്ന നീക്കത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഒട്ടും വൈകിപ്പിക്കാതെയുള്ള അറസ്റ്റ് ഉണ്ടായേക്കും. അതോടൊപ്പം തന്നെ കീഴടങ്ങാനുള്ള ഒരു സാധ്യതയും രാഹുൽ നീക്കുന്നുണ്ട്, അല്ലെങ്കിൽ രാഹുലിന്റെ അടുത്ത നീക്കം എന്ന് പറയുന്നത് കീഴടങ്ങലാകാം എന്ന ഒരു നിരീക്ഷണവും നിലവിൽ വരുന്നുണ്ട്. ഭദ്ര.